അങ്ങനെ ഓണത്തിൻ്റെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ സ്വഭവനത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. വീട്ടിൽ പോയിട്ട് വന്നാൽ തന്നെ എനിക്ക് 2-3 ദിവസത്തേന് ഒരു 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 മൂഡ് ഓഫ് ആണ്. എല്ലാം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് വരാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ വീട്ടിൽ വന്നിട്ട് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കി പറക്കിയൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മൾ വിചാരിച്ചു തൊട്ടടുത്തുള്ള ഒരു അമ്പലമുണ്ട്, അപ്പോൾ അവിടെ ഒന്ന് പോയി തൊഴാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ പിള്ളേരെയൊക്കെ കുളിപ്പിച്ചൊരുക്കി നമ്മൾ നേരെ അമ്പലത്തിലേക്ക് പോവാണ്. മനസ്സിനൊരു സമാധാനം ഇല്ലാതിരിക്കുന്ന സമയത്ത് വൈകിട്ട് വന്നിട്ട് ദീപാരാധനയൊക്കെ ഒന്ന് തൊഴുത് അമ്പലത്തിൻ്റെ ചുറ്റുവട്ടത്ത് കുറച്ച് നേരം ഭക്തിഗാനമൊക്കെ കേട്ട് ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ മനസ്സിനൊരു കുളിർമയാണ് കേട്ടോ. മനസ്സൊന്ന് ഫ്രീ ആകും, ഒന്ന് ഫ്രഷ് ആകും. എനിക്ക് രാവിലെ വന്നിട്ട് നിർമ്മാല്യം തൊഴുന്നതിനേക്കാളും ഇഷ്ടം വൈകിട്ട് ദീപാരാധന തൊഴാനാണ് കേട്ടോ. എല്ലാ ദീപങ്ങളൊക്കെ തെളിയിച്ച് വെച്ച് ആ സന്ധ്യയുടെ സമയത്ത് ഇങ്ങനെ തൊഴാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ തൊട്ടടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ പോയി വഴിപാടൊക്കെ കഴിച്ച് പ്രാർത്ഥിച്ച് തൊഴുത് ഇറങ്ങി. അപ്പം ഞാൻ ചുമ്മാ ഇങ്ങനെ പറഞ്ഞ ഇനി നമുക്ക് പോയിട്ടൊരു കുഞ്ഞ് കോഫി കുടിച്ചാലോ എന്ന്. അപ്പോൾ ഏട്ടാ പറഞ്ഞാൽ എന്നാൽ എന്തായാലും ഇറങ്ങിയതല്ലേ, ബാ മേടിച്ച് തരാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയി. അങ്ങനെ ഞങ്ങൾ ഒരു കടയിൽ കയറി ബ്രൂ കോഫിയും സമോസയൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോഴാണ് ഓർത്തത് പേട്ട വരെ വന്നിട്ട് എങ്ങനെയാണ് പുണ്യാളനെ കാണാതെ പോകുന്നതെന്ന് കേട്ടോ. അരുവിത്ര പള്ളിയിലൊന്ന് കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ കാപ്പികൂടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തൊട്ടടുത്തുള്ള അരുവിത്ര പള്ളി പോയി തിരിയൊക്കെ കത്തിച്ചു, അവിടെയും പ്രാർത്ഥിച്ചു കേട്ടോ. എപ്പോഴൊക്കെ പേട്ടയിൽ കൂടെ പാസ് ചെയ്യുന്നു അപ്പോഴൊക്കെ ഇവിടെ വന്നൊന്ന് പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അകത്ത് കയറി പ്രാർത്ഥിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആണെങ്കിൽ പുറത്ത് നിന്ന് നമ്മൾ നേർച്ചയൊക്കെ ഇട്ടിട്ട് മനസ്സാലെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകും. അങ്ങനെ പള്ളിയിലൊക്കെ കയറി കഴുന്നൊക്കെ എടുത്തിട്ട് നമ്മൾ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങണം. കുറേ ദിവസമായിട്ട് വീട്ടിലില്ലാത്തതുകൊണ്ട് പച്ചക്കറി ഒന്നും ഇല്ല കേട്ടോ. ഇരുന്നൊക്കെ കുറച്ച് അഴുകിയും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മേടിച്ചുകൊണ്ട് നമ്മൾ തിരിച്ചു പോകും. ഇനിയിപ്പോൾ നാളെ മുതൽ പിള്ളേർക്ക് ക്ലാസ്സൊക്കെ ആയി നമ്മൾ നമ്മുടെ നോർമൽ കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. വീണ്ടും കാണാം. ബൈ.